എല്ലാത്തിനും ഞാൻ വലിയ രീതിയിൽ സൈബർ അറ്റാക്ക് ഉണ്ട്. എങ്ങനെയാണ്? കാരണം ഇത് താങ്കൾക്കെതിരെ അടക്കം വലിയ സൈബർ അറ്റാക്ക് സോഷ്യൽ മീഡിയ നടക്കുകയാണ്. ഇതിനെ എങ്ങനെയാണ്? ഞാൻ എന്റെ മനസ്സിൽ ഒരു തരത്തിലുള്ള ഒരു ഭയവും ഇല്ല. അതായത് സൈബർ അറ്റാക്ക് ഉണ്ടാവും അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ ഈ ഒരു രീതിയിലേക്ക് വന്നത്. അപ്പൊ അത് ഞാനൊരു കാര്യമാക്കുന്നില്ല. പക്ഷെ ഈ സൈബർ അറ്റാക്ക് കൊണ്ട് ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നുമാണ് ഈ സൈബർ അറ്റാക്ക് ഉണ്ടാകുന്നത്. അത് കൂടുതൽ അയാളെ പ്രതിരോധത്തിലാക്കുകയുള്ളൂ എന്നാ ഞാൻ പറയുന്നത്. കാരണം എന്റെ ഭാഗത്താണ് ശരിയെങ്കിൽ കാലം അത് തെളിയിക്കും എങ്ങനെയാണെങ്കിലും. അപ്പൊ കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോകുള്ളൂ. ഇങ്ങനെ ഒരു സൈബർ അറ്റാക്ക് ഉണ്ടാവുന്നത് കൊണ്ട് ഞാൻ പിന്മാറും എന്നുള്ളൊരു ചിന്ത വേണ്ട. ഇത്രയൊക്കെ ആയിട്ട് എന്തുകൊണ്ടാണ് പേര് മാത്രം പറയാത്തത്? അതേക്കുറിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞതാണ്, വ്യക്തമായിട്ട് പറഞ്ഞതാണ് എന്തുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല എന്നുള്ളത്. അതിൽ വ്യക്തത വരുത്തിയതാണല്ലോ. ഞാൻ വീണ്ടും അത് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യണം. നേതാവിന്റെ ഭാഗത്ത് നിന്നാണ് ഇത്തരത്തിലുള്ള സൈബർ അറ്റാക്കിന് നേതൃത്വം കൊടുക്കുന്നതെന്നാണ് താങ്കൾ പറയുന്നത് അല്ലെ? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് താങ്കൾ വളരെ ദുരനുഭവം വളരെ സന്തോഷത്തോടുകൂടി പറയുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ പറയുന്ന പോലെയുള്ള കോൺഗ്രസ് ഹാൻഡുകളിൽ നിന്നടക്കം ഇത് വരുന്നുണ്ട്. ഞാനിത് ഇന്ന പാർട്ടിന്നോ ഇന്ന വ്യക്തിന്നോ ഒന്നും ഞാൻ വെളിപ്പെടുത്തിയിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടുമില്ല. പക്ഷെ ഈ പറയുന്ന ആരോപണ വിധേയരാകുന്ന വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തിയെ സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന സംവിധാനത്തിൽപ്പെട്ടവരൊക്കെ ഈ രീതിയിൽ എനിക്കെതിരെ ഒരു സൈബർ അറ്റാക്ക് എന്നുള്ള രീതിയിൽ മുന്നോട്ടേക്ക് വരുന്നുണ്ട്. അതിന് ഞാൻ യാതൊരു കാരണവശാലും ഭയപ്പെടുന്നില്ല. ആ രീതിയിൽ ഭയപ്പെടുത്തി എന്നെ പിന്മാറ്റാനും സാധിക്കില്ല. തീർച്ചയായിട്ടും അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഭാഗത്താണ് ശരി എന്നുള്ളത് കൊണ്ട് അത് കാലം തെളിയിക്കും. ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ വരികയും ചെയ്യും. പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ പേര് പറയാതിരിക്കുമ്പോൾ ഒരുപാട് പേര് സംശയത്തിന്റെ നേരിലാവുകയാണ്. സാധാരണ ഇത്തരം കേസുകളിലെല്ലാം തന്നെ ഈ പരാതിക്കാർ ഒരിക്കലും പേര് പറയാറില്ല. അത് ഒരുപാട് പേരെ സംശയത്തിന്റെ നേരിലാക്കുന്നുണ്ട്. അത് തന്നെ ഇനിയും ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? പേര് ധൈര്യമായിട്ട് പറഞ്ഞുകൂടെ? ഞാനത് ഇന്നലെ വ്യക്തമാക്കിയതാണ് എന്തുകൊണ്ടാണ് അത് പറയാത്തത് എന്നുള്ളത്. എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ചില കണക്ഷൻ വരുന്നത് കൊണ്ട് ഞാൻ ഇപ്പോൾ അതിലേക്ക് മുതിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇല്ല എന്നെ ആരും ബന്ധപ്പെട്ടിട്ടില്ല. നിയമ നടപടി എന്തെങ്കിലും ആലോചിക്കുന്നുണ്ട്? താങ്കൾ എന്തുകൊണ്ട് ഇത്തരത്തിൽ നിയമ സംവിധാനത്തിലേക്ക് പോകുന്നില്ല എന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. ഞാനത് ഇന്നലെ വ്യക്തമായിട്ട് പറഞ്ഞു. ഇതെന്റെ വ്യക്തിപരമായ വിഷയമല്ല. വ്യക്തിപരമായ വിഷയമായിട്ട് ഞാൻ ഇതിനെ ടേക്കപ്പ് ചെയ്യുന്നില്ല. ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ ആകാമോ? പല പെൺകുട്ടികളും ഈ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ള കാര്യം കൊണ്ട് ഞാനത് തുറന്നു പറയുന്നു. ഞാൻ ഇന്നലെ അത് വ്യക്തമായിട്ട് പറഞ്ഞതാണ്. ഇപ്പൊ ഞാനൊരു കാര്യം കൂടി പറയാം. എനിക്ക് ഇന്നലെ രാത്രിയൊക്കെ പല പെൺകുട്ടികളുടെ അടുത്ത് നിന്നും മെസ്സേജുകളും കോളുകളും വന്നിട്ടുണ്ട്. ഇതേ പ്രശ്നങ്ങളുണ്ട്, വലിയൊരു ക്രിമിനലാണ് എന്ന് എനിക്ക് കൃത്യമായിട്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഈ ക്രിമിനലിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇയാളുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിൽ പരിചയമുണ്ടെന്നും ഇതിനെ ഫേസ് ചെയ്യുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ടെന്നും ഉള്ള തരത്തിലുള്ള ചില ഇത് എനിക്ക് മെസ്സേജസും കാര്യങ്ങളും വരുന്നുണ്ട്. പക്ഷെ അവരാരും തന്നെ വീട്ടിലെ പ്രശ്നങ്ങൾ, ആൾക്കാരെന്ത് വിചാരിക്കും തുടങ്ങിയ പ്രശ്നത്തിന്റെ പേരിൽ പറയാൻ ധൈര്യപ്പെടുന്നില്ല.